എല്ലാവർക്കും നോട്ട് ഫോർ BCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡെയിലി PYQ ചലഞ്ചിൻ്റെ നമ്മൾ ഇന്നലെ നോക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി 40 GK ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡി അല്ലേ? ബാക്കി ചോദ്യങ്ങളൊന്നും പഠിച്ചാലോ നമുക്ക്? അപ്പോൾ ഇന്നലെ ചെയ്ത വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് പറ്റിയായിരുന്നു. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. ഞാൻ വയനാടെന്നാണ് പറഞ്ഞത്. അതൊന്ന് തിരുത്തി പഠിക്കണമെന്ന് ഞാൻ പറയുകയാണ്. ആ വീഡിയോയിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്, എന്നാലും ഒന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം: ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ആരെല്ലാമായിരുന്നു 1953 വർഷം എത്രയാണ്? 1953 കേന്ദ്ര സർക്കാർ നിയമിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാം എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, നോക്കിയേ നിങ്ങൾ. ആരൊക്കെയായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ഉത്തരം പറയട്ടെ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഫസൽ അലി, സർദാർ KM പണിക്കരും HN കുൻസ്രുവുമായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ഇപ്പോൾ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് 1953 ജവഹർലാൽ നെഹ്റുവിൻ്റെ സർക്കാർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചത്. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസ്സാക്കിയത്. അപ്പോൾ 53 നിയമിച്ചു, 56 പുനഃസംഘടനാ നിയമം പാസ്സാക്കി. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കും? സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? എല്ലാവർക്കും അറിയാം അല്ലേ? ഓപ്ഷൻ എ ആണ്. ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് സന്തോഷ് ട്രോഫി. അടുത്ത ചോദ്യം: ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ്. മറിയ കൊറീന. മറിയ കൊറീനയ്ക്കാണ് 2025 സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അടുത്തത്: ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. അടുത്തത്: ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ആകെ 2 മലയാളികൾക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുള്ളൂ. ആദ്യം ലഭിച്ചത് അടൂർ ഗോപാലകൃഷ്ണനും രണ്ടാമത് ലഭിച്ചത് മോഹൻലാലിനും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടൂർ ഗോപാലകൃഷ്ണനും മോഹൻലാലിനുമാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. അടുത്തത്: 2028 ഒളിമ്പിക്സിന്റെ വേദി ഏതെന്നാണ് ചോദിച്ചത്. 2028 ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ്? ഓപ്ഷൻ എ ആണ്. ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസിലാണ് 2028 ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. 2028 നടക്കുന്ന 34ാമത് ഒളിമ്പിക്സ് ആണ്. അടുത്ത ചോദ്യം: തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഏതാണ് താഴെ തന്നതിൽ ഹരിതഗൃഹവാതകം? ഓപ്ഷൻ ബി മീഥെയിൻ ആണ് ഹരിതഗൃഹവാതകം. താഴെ തന്നതിൽ ഹരിതഗൃഹവാതകമാണ് മീഥെയിൻ. അടുത്തത്: ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെടുന്ന രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? അപ്പോൾ ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ വിളർച്ചയാണ്, അല്ലെങ്കിൽ അനീമിയ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞ രാജുവിന് താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും അനുയോജ്യമായത്? എന്തായിരിക്കും കഴിക്കേണ്ടത് ഹീമോഗ്ലോബിൻ്റെ അളവ് ബാലൻസ് ആയി വരാനായിട്ട്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ. ഇരുമ്പ് അടങ്ങിയ ഇലക്കറികളാണ് ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് കഴിക്കേണ്ടത്. 55 പയറിൻ്റെ സങ്കര ഇനങ്ങൾ ഏതെല്ലാം? പയറിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? പയറിൻ്റെ സങ്കര ഇനങ്ങളാണ് ഓപ്ഷൻ എ ആണ്. ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും. നമ്മളുടെ പയറിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? ജ്യോതികയും ഭാഗ്യലക്ഷ്മിയും.
ബാക്കി ഓപ്ഷൻസിലുള്ള പവിത്ര, സൽകീർത്തി ഇത് രണ്ടും വെണ്ടയുടെയാണ്. പവിത്രയും സൽകീർത്തിയും വെണ്ടയുടെയാണ്. ഉജ്ജ്വല എന്തിൻ്റെയാണ്? മുളകിൻ്റെയാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ നല്ല എരിവാണ്. ഉജ്ജ്വല, ജ്വലിച്ച് നിൽക്കുന്നതാണ്. ഉജ്ജ്വലയും ജ്വാലാമുഖിയും, അതിലും ഉണ്ട് ജ്വലനം. അപ്പം ഉജ്ജ്വലയും ജ്വാലാമുഖിയും മുളകിൻ്റെയാണ്. ചന്ദ്രശങ്കര തെങ്ങിൻ്റെയാണ്. ചന്ദ്രശങ്കര തെങ്ങിൻ്റെയാണ്. ശങ്കറിന് എപ്പോഴും തെങ്ങിൻ്റെ പുറത്തുനിന്നൊക്കെ ഓർത്ത് വെക്കുക. ചന്ദ്രശങ്കര തെങ്ങിൻ്റെയാണ്. ബാക്കി ഉജ്ജ്വല, ജ്വാലാമുഖി മുളകും, പവിത്രയും സൽകീർത്തിയും വെണ്ടയുടെയും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ഒരു പ്രസ്താവന തന്നിട്ടുണ്ട്. ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. അപ്പൊ ഇത് ഈ ഒരു പ്രസ്താവനയും കാരണവും തന്നിട്ട് 4 ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രസ്താവന ഇടത് വെൻട്രിക്കിളിന്റെ ഭിത്തിക്ക് വലത് കട്ടി കൂടുതലാണ് കഴിഞ്ഞാൽ ആ ഒരു പ്രസ്താവന ശരിയാണ്. മനുഷ്യ ഹൃദയത്തിൽ ഏറ്റവും കട്ടിയേറിയ പേശി ഭിത്തിയുള്ള അറയാണ് ഇടത് വെൻട്രിക്കിള്. ഏതാണ്? ഇടത് വെൻട്രിക്കിള്. ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിയേക്കാൾ കട്ടി കൂടുതലാണ്. ആ ഒരു പ്രസ്താവന ശരിയാണ്. എന്നാൽ അതിൻ്റെ കാരണമായിട്ട് തന്നിരിക്കുന്നത് ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞൊരു കാരണം തന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ എന്ന് പറയുന്നത് രക്തം സ്വീകരിക്കുന്ന അറയല്ല. അത് മഹാധമനി വഴി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൂടിയ മർദ്ദത്തിൽ ശുദ്ധരക്തം പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രക്തം സ്വീകരിക്കുന്നതല്ല, മഹാധമനി വഴി ശുദ്ധരക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും പമ്പ് ചെയ്യുന്ന അറയാണ് ഇടത് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ആവേണ്ട, നമുക്കത് ആ ഒരു ടെക്സ്റ്റ് നിങ്ങൾ വായിച്ചാൽ മതി SCERT-യിൽ. ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണ്, കാരണം തെറ്റാണ്. അടുത്തത്, സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. വനവിഭവങ്ങൾ അമിതമായി ഉപയോഗിക്കുക, സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക. ഇതിൽ സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 3ഉം മാത്രമാണ് ശരി. അതായത് വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ശരിയാണ്. വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, ഇതും ശരിയാണ്. 2ഉം 3ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായത്. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. BR ഗവായി ആയിരുന്നു 52ാമത്. ഇപ്പോൾ ഉള്ളത് 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സൂര്യകാന്ത് സെൻ ആണ് അല്ലേ? 53ാമത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് സെൻ ആണ്. അടുത്തത്, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ കണ്ടെത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ പരിപാടിയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, ആരോഗ്യമാനന്ദം. ആരോഗ്യമാനന്ദം പദ്ധതി എന്തിനാണ്? ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ പ്രാരംഭ ദശയിൽ തന്നെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്നതിനും പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായിട്ട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതികളിലൊന്നാണ് ആരോഗ്യം ആനന്ദം. അടുത്തത്, ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. കരക്കാറ്റ് കരയിലേക്ക് വീശുന്നു. കരക്കാറ്റ് കരയിലേക്കാണോ വീശുന്നത്? അല്ലല്ലേ, തെറ്റാണ്. കടൽക്കാറ്റ് കടലിലേക്ക് വീശുന്നു, അതും തെറ്റാണ്. കടൽക്കാറ്റ് രാത്രി സമയത്ത് വീശുന്നു, കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? കടൽക്കാറ്റ് എപ്പോഴാണ് വീശുന്നത്? കടൽക്കാറ്റ് പകൽ സമയത്ത് കരയിലേക്ക് വീശുന്ന കാറ്റാണ് കടൽക്കാറ്റ്. അടുത്ത ചോദ്യം, ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? ഇതിൽ നമ്മുടെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. ഇവ രണ്ടും, അതായത് കലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലും ആവർത്തന പ്രതിപദനമാണ് ഉപയോഗപ്പെടുത്തുന്നത്. അടുത്തത്, കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ഓപ്ഷൻ ബി ആണ്, സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. എന്തിൻ്റെയാണ്? സിങ്കിൻ്റെ അയിരാണ്
കലാമിൻ. അടുത്ത ചോദ്യം, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം എന്തെന്നാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ആണ് അക്കോസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. അടുത്ത ചോദ്യം, ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഹൈഡ്രജൻ എന്ന് കഴിഞ്ഞാൽ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജലം ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി ഓക്സിജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഓക്സിജൻ എന്താണ്? ആസിഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഓക്സിജൻ എന്ന് വെച്ചാൽ, ജലം ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ആണ്, തമിഴ്നാടാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വിഴിഞ്ഞം തുറമുഖമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. അടുത്തത്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ശൈലിയാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ലക്ഷണങ്ങൾ വായിക്കാം അല്ലേ? ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഇത് ഏത് രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്? ഓപ്ഷൻ ബി ആണ്, എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങളാണ് ഇതല്ലേ. എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങളാണ് ശരീരഭാരം പെട്ടെന്ന് കുറയുന്നതും ദുർബലമായ രോഗപ്രതിരോധവും ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതും വിട്ടുമാറാത്ത ക്ഷീണവുമെല്ലാം എയ്ഡ്സ് രോഗത്തിൻ്റെ ലക്ഷണമാണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തവയെ കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായിട്ടുള്ളത് ഞാൻ പറയാം. ഇതിൽ ശരിയായിട്ടുള്ളത് 2ഉം 3ഉം ആണ്. 2 ഏതാണ്? ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ എന്ന് പറയുന്നതും പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ എന്ന് പറയുന്നതും. തെറ്റിപ്പോയതിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നത് തൈറോക്സിൻ ആണ്. തൈമോസിൻ എന്ന് പറയുന്നത് തൈമസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ്. പിന്നെ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് അഡ്രിനാലിന്. പിന്നെ കാൽസിറ്റോണിൻ എന്ന് പറയുന്നതും തൈറോയ്ഡ് ഗ്രന്ഥിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2ഉം 3ഉം. 70, ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചേ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക, സർക്കാർ ആശുപത്രികളിലൂടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക, നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ഇതിൽ ഉത്തരം വരുന്നത് 2ഉം 3ഉം ആണ്. അതായത് സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉം ആണ്. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ജോഡി? ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വിറ്റമിൻ B3 പെല്ലഗ്ര. ഇനി വിറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ. പിന്നെ നിശാന്തത എന്തിൻ്റെ കുറവ് മൂലമാണ്? വിറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. അടുത്ത ചോദ്യം, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി. ചോദ്യം ഒന്നുകൂടി വായിക്കാം. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളുണ്ടല്ലോ, അവിടെ താമസിക്കുന്നവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വയോ അമൃതം. എന്താണ്? വയോ അമൃതം പദ്ധതിയാണ് സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കിയ പദ്ധതി. അടുത്തത്,
എംഫിസെമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എംഫിസെമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ആണ്, ശ്വാസകോശത്തെയാണ് അല്ലേ. അടുത്തത്, സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തെ പെട്ടവരെയാണ്? പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹക്കൂട്. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയാണ്. അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തെയാണെന്നാണ്. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കിയേ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസിൽ കുഷ്ഠരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവര്, എയ്ഡ്സ് ബാധിതര്, മാനസിക രോഗ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവര്, ഡയാലിസിസ് നടത്തുന്ന സാമ്പത്തിക പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്നവർ, അങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവരിൽ ആരെയാണ് സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയായ സ്നേഹക്കൂട് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ് സ്നേഹക്കൂട് എന്ന സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ വായു വഴി പകരാത്ത രോഗം ഏതാണ്? ഓപ്ഷൻ എ ആണ്, പോളിയോയാണ്. ബാക്കി 3 വായുവിൽ കൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1, ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2, വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. അപ്പോൾ ഇത് 2 സ്റ്റേറ്റ്മെന്റുകളിൽ രണ്ടും ശരിയാണോ? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, രണ്ടും ശരിയാണ്. ചെറുകുടലിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള വളർച്ചകളാണ് വില്ലസുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ വില്ലസുകൾ എന്തിനാണ്? ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. അതും ശരിയാണല്ലേ. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരിയാണ്. അടുത്തത്, 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം. അപ്പോൾ നൊബേൽ പുരസ്കാരങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയേക്കണേ. കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു ചോദ്യം വരും. അപ്പോൾ 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരം ആർക്കൊക്കെയാണ് ലഭിച്ചത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം 5ഉം ശരിയാണ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓപ്പറേഷൻ അജയ്. ഓപ്പറേഷൻ അജയ്. അടുത്ത ചോദ്യം, 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാരാണ്? 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചതാരാണ്? ആരാണ്? ഓപ്ഷൻ എ ആണ്, ഇ സന്തോഷ് കുമാർ ആണ് തപോമയിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത്. അടുത്തത്, 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിന് വേണ്ടിയിട്ട് മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഉള്ളൊഴുക്കാണ്. എത്രാമത്തെയാണ്? 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള സിനിമ ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ആരാണ്? ഓപ്ഷൻ സി ആണ്, ദിവ്യ ദേശ്മുഖ് ആണ്. സ്പോർട്സിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നോക്കി വെച്ചോളുക. അടുത്തത്, പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇന്ത്യയാണ്. ഇന്ത്യയാണ് 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിലെ ജേതാക്കളായ രാജ്യം. അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ മുൻവർഷ ചോദ്യങ്ങളുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പുതിയ ചോദ്യങ്ങളുമായിട്ട്